السلام عليكم. قطبي 30. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. قول المير قوله فلأنه يفضي എന്ന കൗല് അഥവാ ഖുതുബി പറഞ്ഞു, ഫലിഅന്ന അമ്മാ ബുത്ലാനുൽ ലാസിമി ഫലിഅന്ന തഹസീല തസവ്വുരി വത്തസ്ദീഖി ലൗ കാന ബിത്വരീഖി ദൗരി അവി തസൽസുലി ലം തനഅ തഹ്സീൽ വൽ ഇഖ്തിസാബ്. എന്നിട്ട് പറഞ്ഞു, അമ്മാബി തരീഖി ദൗരി ഫലിഅന്നഹു യുഫ്ദി ഇലാ അൻ യകൂന ശൈഉ ഹാസിലൻ ഖബല ഹുസൂലി. ഒരു വസ്തു ഹാസിലാകുന്നതിന്റെ മുമ്പ് ആ വസ്തു ഹാസിലാവുക എന്നുള്ള വിഷയം അവിടെ വരും എന്ന് പറഞ്ഞ ഖുതുബിയുടെ കൗല് ചർച്ച ചെയ്യാണ്. ഖൗലുഹു മുസന്നിഫിന്റെ കൗല്, പിന്നെ കൗലുഹു ഖുതുബിയുടെ കൗല് ഫലിഅന്നഹു യുഫ്ദി എന്ന് പറഞ്ഞ കൗല്. അഖൂലു ഞാൻ പറയുന്നു, ഇദാ കാന ദൗറു, നിങ്ങൾ ദൗറും തസൽസുലും ഉണ്ടാകൂ എന്ന് പറഞ്ഞല്ല, ആ ദൗറ് ബി മർത്തബത്തിൻ വാഹിദത്തിൻ, അത് ഒരു മർത്തബ കൊണ്ടാണെങ്കിൽ, ബി മർത്തബത്തിൻ വാഹിദത്തിൻ ഒരു മർത്തബ കൊണ്ടാണ് ഉണ്ടാകുന്നതെങ്കിൽ, ഒറ്റ മർത്തബ കൊണ്ടാണ് ഉണ്ടാകുന്നതെങ്കിൽ, ഒരൊറ്റ മർത്തബ കൊണ്ടാണ് ഉണ്ടാകുന്നതെങ്കിൽ, ഏതുപോലെ ഒരു ഉദാഹരണം പറയാം. കമാ ഇദാ കാന ദൗറു ബി കമാ ഇദാ തവക്കഫ, ആ തവക്കുഫാകും പോലെ, അല ബാന്റെ മേ തവക്കുഫായി, വ ബാ എന്നുള്ള തവക്കുഫായി, അല ആയുടെ മേ തവക്കുഫായി, ആ ബാന്റെ മേലും ബാ എന്നുള്ളത് ആന്റെ മേലും. അപ്പൊ ഒരൊറ്റ മർത്തബയെ അവിടെ ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ വെക്കുമ്പം യൽസമു അവിടെ നിർബന്ധമാകുന്നതാണ്, യൽസമു നിർബന്ധമാകുന്നതാണ് അപ്പം ഇതാ തവക്കഫ, ആ തവക്കുഫാകും പോലെ അലാ ബായുടെ മേല്, ബാ എന്നുള്ളത് അലാ ആന്റെ മേൽ തവക്കുഫാകും. അങ്ങനെ വന്നു കഴിഞ്ഞാല് യൽസമു നിർബന്ധമാകുന്നതാണ്, ആ നിർബന്ധമാകും, യൽസമു നിർബന്ധമാകും, അയ്യക്കൂന ആ യാവല് നിർബന്ധമാകും, മുഖദ്ദമൻ മുന്തിക്കപ്പെട്ടതായ രൂപത്തിൽ, അലാ നഫ്സിഹി നഫ്സിനേക്കാളും മുന്തിക്കപ്പെട്ടതായ രൂപത്തിൽ. അതേപോലെ വഹസുലൻ അത് കരസ്ഥമാവല് വരും, ബബല ഹുസൂലിഹി അത് കരസ്ഥമാകുന്നതിന്റെ മുമ്പ്, ബിമർത്തബത്തൈനി രണ്ട് മർത്തബ കൊണ്ട്. മനസ്സിലായില്ലേ? ആ എന്നുള്ളത് ബാന്റെ മേൽ തവക്കുഫാവും, ബാ എന്നുള്ളത് ആന്റെ മേലും തവക്കുഫാവും. സത്യത്തില് ബാ മനസ്സിലാവണമെങ്കിൽ ഏത് വേണം? ആ വേണം. കാരണം ആ ഉണ്ടായതിന്റെ ശേഷമല്ലേ ബാ ഉണ്ടാകുന്നത്. അപ്പം സത്യത്തിൽ പറഞ്ഞ ആ ബാ എന്ന് പറഞ്ഞിടത്ത് മൗഖൂഫ് ആയാണ്, ബാ എന്നുള്ളത് മൗഖൂഫ് അലൈഹിയാണ്, ബാ എന്നുള്ളത് മൗഖൂഫ് അലൈഹിയാണ്. പിന്നെ രണ്ടാമത്തെ തഖ്ദീർ പ്രകാരം ആ മൗഖൂഫ് അലൈഹിയായ ബാ, ആ എന്നുള്ളത് ബാന്റെ മേ തവക്കുഫാവും, ആ എന്നുള്ളത് ബാന്റെ മേ തവക്കുഫാവും. അപ്പൊ ആ മൗഖൂഫായി ബാ മൗഖൂഫ് അലൈഹിയായി, പിന്നെ ബാ മൗഖൂഫായി ആ എന്നുള്ളത് മൗഖൂഫ് അലൈഹിയുമായി. അപ്പൊ സത്യത്തിൽ പറഞ്ഞാൽ ഈ ആ ഉണ്ടാകുന്നതിന്റെ മുമ്പ്, കാരണം
ആ നേരത്തെ നമ്മൾ തക്ദീർ ചെയ്തത് ആ ഉണ്ടാവണമെങ്കിൽ ബാ ഉണ്ടാവണം എന്നാ. അപ്പം ആദ്യമുള്ള ഉജൂദ് സത്യത്തില് ബായുടെ ഉജൂദാണ് അല്ലേ, ബായുടെ ഉജൂദാണ്. പിന്നെ നമ്മൾ പറഞ്ഞെന്താണ്, ഈ ബാ എന്നുള്ളത് ആന്റെ മേൽ തവക്കുഫാകാണ്, ആന്റെ മേൽ തവക്കുഫാവാണ്. സത്യത്തില് ഈ ആ ഉണ്ടാവണമെങ്കിൽ തന്നെ ബാവാണ്. പക്ഷെ ഈ ബാ ഉണ്ടാകുന്നതിന്റെ മുമ്പ് തന്നെ ഏതുണ്ടാകുകയാണ്, ഈ ആ എന്നുള്ളത് ഉണ്ടാകുകയാണ്. ആ എന്നുള്ളത് ഉണ്ടാകുകയാണ്. അതാ നമ്മൾ പറഞ്ഞത് എൽസമു നിർബന്ധമാകുന്നതാണ് അയ്യക്കൂന ആയാവല് മുഖദ്ദമൻ അലാ നഫ്സിഹി, നഫ്സിനേക്കാളും അത് മുഖദ്ദമാവും. അതുപോലെ തന്നെ വഹാസിലും ഖബല ഹുസൂലിഹി ബിമർത്തബതൈനി, രണ്ട് മർത്തബ കൊണ്ടത് ഹാസിലായതായ രൂപത്തില് വരികയും ചെയ്യുന്നതാണ്. എന്താ ഇപ്പൊ പറഞ്ഞുകൊണ്ടുള്ള വിശദീകരണം എങ്ങനെ? അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ അലിഫ് പിന്നെ ഇപ്പം രണ്ട് മർത്തബ എന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം, എങ്ങനെയെന്ന് അറിയാം. അലിഫ് എന്നുള്ളത് ബാന്റെ മേലില് ബാനേക്കാളും മുൻകടന്നതാണ്, മനസ്സിലായ? ബാനേക്കാളും മുൻകടന്നതാണ്. ആ എന്നുള്ളത് അലിഫ് എന്നുള്ളത് ബാനേക്കാളും മുൻകടന്നതാണ്. ഇനി അതേപോലെ ബാ എന്നുള്ളതോ അത് സത്യത്തിൽ സാബിക്കായതുമാണ്. അപ്പം ബാനേക്കാളും സാബിക്കായ ഒന്ന് ഏതാണോ അത് ആണ് അവ്വലുൽ മർത്തബ. അവ്വലുൽ മർത്തബ എന്ന് പറഞ്ഞാൽ ഇല്ലിയത്തിന്റെയും മാലൂലിയത്തിന്റെയും അടിസ്ഥാനത്തിൽ അതായിരിക്കും അലിഫിന്റെയും ബായിന്റെയും ഇടയിലുള്ള ഒന്നാമത്തെ മർത്തബ. രണ്ടാമത്തെ മർത്തബ ബായിന്റെയും അലിഫിന്റെയും ഇടയിലുള്ളത്, മനസ്സിലായില്ലേ? ബായിന്റെയും അലിഫിന്റെയും ഇടയിൽ, മനസ്സിലായില്ലേ? അതാണ് ഏത് വരുന്നത്, രണ്ടാമത്തെ മർത്തബയായി വരുന്നത്. ഏതായാലും ശരി, ഇവിടെ ശാരി മീർ പറഞ്ഞത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. രണ്ട് മർത്തബന്റെ അടിസ്ഥാനത്തില് ഹാസിലാവ എന്നുള്ള രൂപം വരുന്നുണ്ട്. എങ്കിൽ വദാലിക, അത് ഏത് ഈ രണ്ട് മർത്തബന്റെ അടിസ്ഥാനത്തിൽ ഹാസിലാകുക എന്നുള്ള രൂപം അത് പറയാനെന്ത്, ഈ അന്ന ആ സത്യത്തില് ആ എന്ന് പറഞ്ഞത് സാബിക്കുൻ അത് മുൻകടന്നതാണ് അലാ സാബിക്ക് അതിന്റെ സാബിക്കിനേക്കാളും. കാരണം ആ സത്യത്തിൽ ആക്ക് സാബിക്കായ ഒന്നുണ്ട്, അതേതാ ബാ. നമ്മുടെ തഖ്ദീർ പ്രകാരം ബായാണല്ലോ ആദ്യം ഉണ്ടാകുന്നത്. അപ്പൊ ഈ ബാ ഒരു സാബിക്കാണ്. സാബിക്കാകുന്ന ബാന്റെ മേലില് ബാനേക്കാളും ആ എന്നുള്ളത് ഇവിടെ എന്താകുന്നുണ്ട്, സാബിക്കാകുന്നുണ്ട്. അപ്പം അതാണ്. അപ്പൊ അതടിസ്ഥാനത്തിലാണ് ഇവിടെ എന്ത് വരുന്നത്, രണ്ട് മർത്തബ കൊണ്ട് ഇവിടെ പ്രശ്നം വരുന്നത് എന്ന് പറയാനുള്ള കാരണം അതാണ്. എന്ന് വെച്ചാല് ഇപ്പൊ ഉദാഹരണം പറയാം. അതായത് ആ എന്നുള്ളത് ബാന്റെ മേ മൗഖൂഫായി, മനസ്സിലായില്ലേ? അതേപോലെ തന്നെ മൗഖൂഫ് അലൈഹി എന്ന് പറഞ്ഞതോ അത് സാബിക്കാവണം, മൗഖൂഫിനേക്കാളും സാബിക്കാവണ്ടേ? അപ്പൊ സത്യത്തിൽ പറഞ്ഞ ബാ സാബിക്കാണല്ലോ. ബാ എന്നുള്ളത് അതെന്താണ്, സാബിക്കാണ്, മനസ്സിലായില്ലേ? വേറെ രണ്ടാമത് തഖ്ദീർ പ്രകാരം ബാ എന്നുള്ളത് സാബിക്കായ ബാ പിന്നെ മസ്ബൂക്കായിട്ട് വരിക. അപ്പൊ സത്യത്തിൽ പറഞ്ഞാല് അപ്പൊ ഇവിടെ ആ എന്ന് പറഞ്ഞത് ഏതാവും, ബാനേക്കാളും സാബിക്കാവും, ബാ എന്നുള്ളത് ആനേക്കാളും സാബിക്കാവും. അപ്പൊ സാബിക്കിനേക്കാളും സാബിക്കാവുക എന്നുള്ള പ്രശ്നം അവിടെ വരുന്നതാണ്. ഇനി നമ്മൾ വെക്കുക ഒരു കാനം. ഇനി ഈ പറയപ്പെട്ട തെർത്തീബിന്റെ അടിസ്ഥാനം, മനസ്സിലായില്ലേ? അത് എങ്ങനെയാണ് ഈ മർത്തബത്തിന് സാബിക്കത്ത്, സാബിക്കായ മർത്തബന്റെ അടിസ്ഥാനത്തിലാണ്, സാബിക്കായ മർത്തബന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് വെക്കുകയാണെങ്കിലോ ലകാന മുഖദ്ദമൻ അലാ നഫ്സിഹി. അപ്പൊ ആ എന്നുള്ളതാവും അതിന്റെ നഫ്സിനേക്കാളും ഒരൊറ്റ മർത്തബ കൊണ്ടാവും. കാരണം എന്താ, രണ്ട് സാബിക്ക് വരുന്നില്ല, ഒരൊറ്റ സാബിക്ക് നമ്മളവിടെ ഇത്തിബാർ ചെയ്യുന്നുള്ളൂ. ഒരൊറ്റ സാബിക്കീയത്തിന് മാത്രമേ, സാബിക്കീയത്താവുന്ന മർത്തവ മാത്രമേ നമ്മൾ ഇത്തിബാർ ചെയ്യുന്നുള്ളൂ. അപ്പൊ ആ ഇത്തിബാർ ചെയ്യുന്നു എന്ന കാരണം കൊണ്ട് നഫ്സിനേക്കാളും അത് മുഖദ്ദമാകും. അപ്പം ഫൈദ സബക്ക, അപ്പൊ അത് സാബിക്കായാല് അലാ സാബിക്കത്തിൻ
ഒരു സാബിക്കത്തിനേക്കാളും സാബിക്കായി വന്നാല് പകര് തക്കദ്ദമ, അപ്പൊ അത് മുന്തി വന്നു നഫ്സിനേക്കാളും. ആ എന്നുള്ളത് മുന്തി വന്ന് ഈ മർത്തബത്തേന് 2 മർത്തബന്റെ അടിസ്ഥാനം. ഇതിപ്പോ നമ്മൾ ആയിനെ സംബന്ധിച്ച് പറഞ്ഞതാണെങ്കിൽ ബാന്റെ അവസ്ഥയും ഖിയാസാക്കണം അല്ലേ? കാരണം ആദ്യം പറഞ്ഞ മൗഖൂഫ് അലൈഹി ആയിട്ടാ പറഞ്ഞിരിക്കുന്നത്. മൗഖൂഫ് അലൈഹിയാണ്, മസ്ബൂക്കാണ്. എന്ന് പറഞ്ഞത് മസ്ബൂക്ക് അലി, അതായത് മൗഖൂഫ് അലൈഹി ആയിട്ടാണ് ബാനെ ഇത്തിബാർ ചെയ്തത്. പിന്നെ ബാനെ ഇത്തിബാർ ചെയ്തത് ആ തന്നെ മൗഖൂഫായിട്ടാണ് ഇത്തിബാർ വരുന്നത്. അപ്പൊ ആനെ സംബന്ധിച്ച് പറഞ്ഞ അതേ തക്ദീറുകള്, അതേ തൗജീഹുകൾ ബാക്കും ബാധകാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ എന്ത് ഒന്ന് നഫ്സിനേക്കാളും. അപ്പൊ സത്യത്തിൽ പറഞ്ഞവിടെ നമ്മളെ ആര് പറഞ്ഞ അടിസ്ഥാനത്തില്, പിന്നെ കുത്തുബി പറഞ്ഞ അടിസ്ഥാനത്തില് ആക്ക് മാത്രമേ ബാധകമുള്ളൂ. അതപ്പം നമ്മളെ ഈ മീറിന്റെ ഈ തൗജീഹിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ആ കുത്തുബിനെ പിന്നെ കുത്തുബിയുടെ പിന്നെ തൗജീഹ് പ്രകാരം ഒന്ന് മാത്രമേ ഉള്ളൂ, ആക്ക് മാത്രമേ ബാധകമുള്ളൂ. പക്ഷെ പിന്നെ നമ്മൾ പറഞ്ഞ ഈ പിന്നെ മീറിന്റെ തൗജീഹ് പ്രകാരം രണ്ടിനും ബാധകമാണ്. അതാണ് മീറിന്റെ വിഷയ ബയാനും കുത്തുബിയുടെ ബയാനും തമ്മിലുള്ളതായ വ്യത്യാസം. അതെ. ഇനി അടുത്ത വിഷയം ഖൗലുഹു ഇൻ അനൈത്തും അതെവിടെ പറഞ്ഞെന്നറിയോ? ഫൈൻ കുൽത്ത ഇൻ അനൈത്തും, കുത്തുബി പറഞ്ഞു ഫൈൻ കുൽത്ത ഇൻ അനൈത്തും ബി ഖൗലിക്കും ഉസൂലുൽ ഇൽമിൽ മത്ലൂബി യതവഖഫു അലാ ദാലിക തഖ്ദീരി അലാ ഇസ്തിഹ്ലാരി മാ ലാ നിഹായത ലഹു അന്നഹു യതവഖഫു അലാ ഇസ്തിഹ്ലാരിൽ ഉമൂരി ഗൈരി മുതനായിയത്തി ദഫതൻ. അതായത് എല്ലാം നബിജി, എല്ലാ തസവറും തസ്ദീഖും നബിജിയാണ് എന്നുള്ള തസ്ദീഖ് പ്രകാരം വെക്കുകയാണെങ്കിൽ തേടപ്പെടുന്നതാ ഇൽമ് ഏതിന്റെ മേലിൽ ബന്ധിക്കും? അതായത് അറ്റമില്ലാത്ത ഒന്നിനെ കരസ്ഥമാക്കുക എന്നുള്ളതിന്റെ മേൽ ബന്ധിക്കും. അപ്പൊ അങ്ങനത്തെ ആ ഇൽമ് എന്ന് പറയുന്നത് എന്ത് വരും? അതായത് ഗൈറു മുതനായിയായ അംറിനെ ഒറ്റ പ്രാവശ്യം ഇസ്തിഹ്ലാർ ചെയ്യുക എന്നുള്ള വിഷയം വരും. അത് ശരിയല്ലല്ലോ. ഗൈറു മുതനായിയായ അംറിനെ ഒറ്റ പ്രാവശ്യം പിന്നെ ഇസ്തിഹ്ലാർ ചെയ്യുക എന്നുള്ളത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. അതാണ് ചർച്ച ചെയ്യാൻ പോണത്. ഖൗലുഹു, മുസന്നിഫിന്റെ കൗല്, പിന്നെ കുത്തുബിയുടെ കൗല്. ഇൻ അനൈത്തും എന്ന് പറഞ്ഞ കൗല്, അഖൂലും ഞാൻ പറയുന്നു. നമ്മൾ നല്ല ശരി വ്യക്തമായ രൂപത്തിൽ നമ്മൾ ഒന്നും ചർച്ച ചെയ്യാതെ തന്നെ ബയാൻ ചെയ്യാൻ, പിന്നെ ഒന്നിന്റെ മേലും തവക്കുഫാവാതെ തന്നെ ഈ സുവാല് വ്യക്തമായ രൂപത്തിൽ മീർ വിശദീകരിക്കണം. വളരെ വ്യക്തമായ രൂപത്തിൽ. എന്താണെന്നറിയോ? ഹാസിൽ സുവാലിന്റെ ഹാസിൽ ഇങ്ങനെയാണ്. എന്താ ഹാസിൽ എന്നറിയോ? അന്ന ഇസ്തിഹ്ലാറ ഉമൂരിൻ ഗൈരി മുതനാഹിയ, ഗൈറു മുതനാഹിയായ അംറുകളെ, ഗൈറു മുതനാഹിയായ അംറിനെ ഇസ്തിഹ്ലാർ ചെയ്യുക. അതായത് ഗൈറു മുതനാഹിയ അംറിനെ മനസ്സിലാക്കുക. എവിടെ? ഈ സമാനും വായിച്ച് ഒരൊറ്റ സമാനിലായിട്ട്, ഗൈറു മുതനാഹിയായ അംറിനെ ഒരൊറ്റ സമാനിലായിട്ട് എന്ത് ചെയ്യാം? ഈ ഇസ്തിഹ്ലാർ ചെയ്യുക, മനസ്സിലാക്കിയെടുക്കുക, കൊണ്ടുവരിക. അല്ലെങ്കിൽ ഔഫി അസ്മിനത്തി മുതനായിയായ പല സമാനുകളിൽ എന്ത് ചെയ്യുക? ഗൈറു മുതനായിയായ അംറുകൾ എന്ത് ചെയ്യുക? കൊണ്ടുവരിക. മനസ്സിലായില്ല? നല്ല രസമുള്ള ബയാനാണ്. ഒന്നാമത്തെ സമാനില്, അല്ല ഈ സമാനും വാഹിദില്, ഒറ്റ സമാനില് എന്ത് ചെയ്യാം? ഗൈറു മുതനായിയായ അംറുകളെ ഇസ്തിഹ്ലാർ ചെയ്യാം. അല്ലെങ്കിൽ ഗൈറു മുതനായിയായ സമാനുകളില് ഏതിനെ ഇസ്തിഹ്ലാർ ചെയ്യാം? ഗൈറു മുതനായിയായ അംറിനെ എന്ത് ചെയ്യാം? ഇസ്തിഹ്ലാർ ചെയ്യാം. മുഹാലുൻ, അത് രണ്ടും മുഹാലാണല്ലോ അല്ലേ? നേരെ മറ്റുകൊണ്ട് ഇവിടെ കുത്തുബി പറഞ്ഞിട്ടില്ല. കുത്തുബി ഇങ്ങനെ പറഞ്ഞുള്ളൂ, ഗൈറു മുതനായിയായ അംറിനെ പിന്നെ സമാനും വാഹിദിൽ എന്ത് ചെയ്യാ? ഇസ്തിഹ്ലാർ ചെയ്യാ എന്ന് അവിടെ പറഞ്ഞതായിട്ട് കാണുന്നുള്ളൂ. നേരെ മറിച്ച് ഇത് ഈ വിഷയം വിശദീകരിച്ചിട്ടില്ല. കാരണം മുതനായിയായ സമാനിൽ ഒരിക്കലും ഗൈറു മുതനായിയായ അംറിനെ കൊണ്ടുവരാൻ കഴിയില്ലല്ലോ. അതാണ്.
അപ്പൊ അങ്ങനെ കൊണ്ടുവരിക എന്നുള്ളത് മുഹാലാണ്. ഇതാണ് ചോദ്യം അതാണ് എന്നുള്ളത് വിശദീകരിക്കുകയാണ്. അമ്മാ ഇസ്തിഹ്ലാറുഹ, എന്നാൽ ഈ വൈറ് മുത്തനായിയായ അമ്രുകളെ കൊണ്ടുവരല് ഫീ അസ്മിനത്തിൻ ഗൈരി മുത്തനായിയ, വൈറ് മുത്തനായിയായ സമാനില് വൈറ് മുത്തനായിയായ വസ്തുക്കളെ കൊണ്ടുവരിക എന്ന് പറഞ്ഞ കാര്യം ഫലൈസ ബിമുഹാലിൻ, അത് മുഹാലല്ലല്ലോ, ശരിയല്ലേ? കാരണം രണ്ടും വൈറ് മുത്തനായിയായില്ലേ, രണ്ടും ബറാബറായില്ലേ, രണ്ടും കുഫൂത്ത് വന്നില്ലേ, മുവാഫക്കത്തായിട്ട് വന്നില്ലേ, അപ്പറ പ്രശ്നമില്ല. ഇനി എന്ത് ചെയ്ത് ഫൈദാ ഫുരിദ, ഇനി ഫർദ് ചെയ്യപ്പെട്ടു. ഫൈദാ ഫുരിദ, ഇനി ഫർദ് ചെയ്യപ്പെട്ടു. എന്തേ ഫർദ് ചെയ്തത്? അന്ന തഅ്സീരൽ ഇദ്റാഖാത്ത്, തീർച്ചയായും ഇൽമുകളെ കരസ്ഥമാക്കല്. ഇവിടെ ഇദ്റാഖാത്ത് കൊണ്ട് ഉദ്ദേശിച്ച് ഇൽമു എന്ന് വെച്ചാൽ മതി. ഇദ്റാഖാത്തിനെ കരസ്ഥമാക്കല് ബിതരീഖി തസൽസുലി, തസൽസുലിന്റെ തരീഖിലൂടെ ആണ് എന്ന് നമ്മൾ ഫർദ് ചെയ്യപ്പെട്ട. അതായത് ഇൽമുകളെ കരസ്ഥമാക്കുക എന്ന് പറഞ്ഞ കാര്യം അത് തസൽസുലിന്റെ അടിസ്ഥാനത്തിലൂടെയാണ് എന്ന് ഫർദ് ചെയ്യപ്പെടുകയാണെങ്കിൽ അപ്പൊ അവിടെ നോക്കണം, ഫൈനുദ്ദുഇയ, അവിടെ വാദിക്കപ്പെട്ടാൽ അന്നഹു, തീർച്ചയായിട്ടും കാര്യം യൽസമു, ലാസിമാകുന്നതാണ്, ഈനൈദിൻ, ഈ സന്ദർഭത്തില് അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, അപ്പൊ ഫൈനുദ്ദുഇയ, അവിടെ ദഅവ ചെയ്യപ്പെടുകയാണെങ്കിൽ എന്താണ് ദഅവ? അന്നഹു, തീർച്ചയായിട്ടും കാര്യം യൽസമു ഹീനൈദിൻ, ഈ സന്ദർഭത്തിൽ ലാസിമാകും. ഈ സന്ദർഭത്തില് തസൽസുലിന്റെ തരീക്കിലൂടെ ഇൽമുകളെ കരസ്ഥമാക്കുക എന്ന് പറഞ്ഞില്ലേ, ആ കരസ്ഥമാക്കുക എന്നുള്ള അടിസ്ഥാനത്തിൽ ലാസിമാകും. എന്ത് ലാസിമാകും? ഇസ്തിഹ്ലാറു മാ ലാ നിഹായത്ത ല, അറ്റില്ലാത്തതിന് എന്ത് ചെയ്യാ? കൊണ്ടുവരിക. എങ്ങനെ കൊണ്ടുവരിക? ഇമ്മാ ദഫഅതൻ വാഹിദ, ഇമ്മാ ദഫഅതൻ വാഹിദ, ഒരൊറ്റ പ്രാവശ്യമായിട്ട് കൊണ്ടുവരിക. അല്ലെങ്കിൽ ഔ ഫീ സമാനിൻ മുതനാഹിൻ, അല്ലെങ്കിൽ മുതനായിയായ സമാനിൽ, അല്ലെങ്കിൽ എന്താണ്? മുതനായിയായ സമാനിൽ. ഇതിപ്പോ മീർ ചെയ്തിരിക്കുന്നത് അവിടെ നമ്മൾ പറഞ്ഞ തസൽസുലും ഇതൊക്കെ പിന്നെ പറഞ്ഞ് കഴിഞ്ഞതിന്റെ ശേഷം പിന്നെ അതിനെ ഇൽമു ആയ രൂപത്തില് അതിനെ എന്ത് ചെയ്യാണ്? തൗജീഹ് ചെയ്ത് പറയാണ്, കുറച്ചുകൂടി വിവരണം കൂട്ടി പറയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നപ്പോ എന്തായിപ്പോ വിഷയം? തസൽസുലിന്റെ തരീക്കിലൂടെ ഇൽമിനെ കരസ്ഥമാക്കല്. ഞാൻ ഇൽമിനെ കരസ്ഥമാക്കുക എന്ന് പറഞ്ഞത് കൊണ്ടിട്ട് ഒറ്റ പ്രാവശ്യം വൈറുമുത്തനായിയായ അമ്രിനെ ഇസ്തിഹ്ലാർ ചെയ്യല് ലാസിമാക്കും, അല്ലെങ്കിൽ മുത്തനായിയ സമാനില് ഇസ്തിഹ്ലാർ ചെയ്യല് ലാസിമാക്കും എന്ന് നമ്മൾ ദഅവ ചെയ്യുകയാണെങ്കിൽ, ഇനി നമ്മൾ പറയാൻ പോവുകയാണ്, മനഅന, നമ്മൾ മൻഅ ചെയ്യും. അതിന് മുലാസമത്ത, ഇവരുള്ള മുലാസമത്തിനെ. എന്താണ് മുലാസമത്ത്? മുലാസമത്ത് എന്താണ്? അതായത് തസൽസുലിന്റെ തരീക്കിലൂടെ ഇൽമുകളെ കരസ്ഥമാക്കുക എന്നുള്ളതിന് ഫർദ് ചെയ്യപ്പെട്ടാൽ, അതാണ് മജ്സൂം, അതിലേക്ക് ലാസിമാകുന്ന വിഷയമാണ് എന്ത്? വൈറുമുത്തനായിയായ അമ്രുകളെ ഒറ്റ പ്രാവശ്യം എന്ത് ചെയ്യുക? ഇസ്തിഹ്ലാർ ചെയ്യുക. അല്ലെങ്കിൽ വൈറുമുത്തനായിയായ അമ്രിനെ പല മുത്തനായിയായ സമാനിൽ എന്ത് ചെയ്യുക? കൊണ്ടുവരിക. ഈ പറയപ്പെട്ടതായ കാര്യം ഉണ്ടാവൂലാന്ന്, ആ മുലാസമത്ത് നമുക്ക് അംഗീകരിക്കാൻ പറ്റൂലാന്ന്. ആ വൈറുമുത്തനായിയായ അമ്രിനെ ദബ്ബത്തം വായുധത്തില് അല്ലെങ്കിൽ സമാന മുത്തനായിൽ കൊണ്ടുവരാന്ന് അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റൂലാന്ന്. ആ വാദം ശരിയല്ല, അത് നമ്മൾ അംഗീകരിക്കൂല. കാരണം അങ്ങനെ വിഷയം വരുന്നില്ല. തസൽസുലിന്റെ തരീക്കിലൂടെ ഇൽമുകളെ കരസ്ഥമാക്കുന്നത് കൊണ്ട് ഒരിക്കലും വൈറുമുത്തനായിയായ അമ്രിനെ കരസ്ഥമാക്കുന്ന വിഷയം തന്നെ വരുന്നില്ല. അല്ല. ഇനി രണ്ടാമത്തെ ശിക്ക്, ഇനി വൈനുദ്ദുഇയ, ഇനി ദഅവ ചെയ്യപ്പെട്ടു. എന്താണ് ദഅവ ചെയ്യപ്പെട്ടത്? അന്നഹു, തീർച്ചയായിട്ടും കാര്യം,
യൽസമു ലാസിമാവും ഈ നെയ്തിൻ ഈ പറയപ്പെട്ട തഖ്ദീർ പ്രകാരം. ഏത് പറയപ്പെട്ട തഖ്ദീർ? അതായത് ഈ ഇൽമുകളെ നമ്മൾ പറഞ്ഞല്ലേ, അതായത് ഇൽമുകളെ തസൽസുലിന്റെ തരീഖിലൂടെ അതായത് കരസ്ഥമാക്കി കഴിഞ്ഞാല് എന്ത് വരും? വൈറുമുത്തനായ അമ്രിനെ ലഫത്തും വായുദത്തിലും വൈരിലുമായിട്ട് ഇസ്തിഹ്നാറ് ചെയ്യൽ ലാസിമാകൂന്ന് പറഞ്ഞല്ലോ. ആ ലാസിമാകും എന്ന് അങ്ങനല്ല ഈ എങ്ങനെ ഏത് അതായത് തസൽസുലിന്റെ തരീഖിലൂടെ ഇതര ഇൽമുകളെ കരസ്ഥമാക്കാണ് എന്ന് വെക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ദിവസം പറയാണ് ഇസ്തിഗ്ഫാറു മാ ലാ നിഹായത ലഹു ഫീ അസ്മിനത്തിൻ ഗൈരി മുതനായിയ. ഓക്കെ, അത് ഗൈർ മുതനായിയായ സമാനിലെ ഗൈർ മുതനായിയായ അംറിനെ ഇസ്തിഗ്ഫാർ ചെയ്യൽ ലാസിമാവും എന്ന് നമ്മൾ പറയുകയാണെങ്കിലോ, ശ്രദ്ധിക്കണം, അങ്ങനെ നമ്മൾ പറയുകയാണെങ്കിലോ സല്ലംനൽ മുലാസമത, അത് നമുക്ക് അംഗീകരിച്ചോളാം. മുലാസമത്ത് നമുക്ക് അംഗീകരിച്ചോളാം. നിങ്ങളാ പറഞ്ഞ മുലാസമത്ത് ശരിയാണ്. ഏത്? ആ മുലാസമത്ത് ശരിയായ മുലാസമത്താണ്. ഏത് മുലാസമത്ത്? അതായത് ഗൈറുമുത്തനായിയായ സമാനില് ഏത് ഗൈറുമുത്തനായിയായ സമാനിയെ ഹാജരാക്കുക എന്നുള്ളതാണ്. കാരണം വെച്ചാൽ അത് ന്യായീകരണം ഉണ്ട്. അതൊക്കെ ന്യായീകരിക്കുന്ന അറിയോ? ഇൽമ് എന്ന് പറഞ്ഞാൽ അറ്റല്ലല്ലോ, ശരിയാ. ഇൽമ് എന്ന് പറഞ്ഞാൽ അറ്റല്ല, അത് ഗൈറുമുത്തനായിയാണ്. തസൽസുൽ എന്ന് പറഞ്ഞാലും എനിക്ക് നിഹായത്തില്ലല്ലോ. തസൽസുൽ എന്ന് പറഞ്ഞാലും നിഹായത്തില്ല. ഇദ്റാഖാത്ത് എന്ന് പറഞ്ഞാൽ ഇൽമ് എന്ന് പറഞ്ഞാലും അതിന് അറ്റല്ല. അപ്പൊ സത്യത്തിൽ പറഞ്ഞാൽ ആ ലുസൂമ് ശരിയാണ്. ആ ലുസൂമ് ശരിയാണ്. ഏത് ലുസൂമ്? ഇദ്റാഖാത്തിന്റെ തസൽസുലിന്റെ തരീഖിലൂടെ ഇദ്റാഖാത്തിന്റെ തഹ്സീല് ഗൈറുമുത്തനായിയായ സമാനില് ഗൈറുമുത്തനായിയായ അംറിനെ ഇസ്തിഗ്ഫാർ ചെയ്യുക എന്നുള്ളത് അത് ശരിയാണ്. പക്ഷെ നമുക്ക് വേറെ വിഷയം പറയാനുണ്ട്. എന്താ വിഷയം? നമ്മൾ മഞ്ഞ് ചെയ്യും പൊരുളില്ല. നമ്മൾ മഞ്ഞ് ചെയ്യും. എന്താ മഞ്ഞ് ചെയ്യാം? അതായത് ബുത്ലാന ലാസിം ബാത്തിലാണ് എന്ന് നമ്മൾ മഞ്ഞ് ചെയ്യും. ലാസിം ബാത്തിലല്ലല്ലോ. ഇനി ആരെങ്കിലും ഒരു ലാസിം ബാത്തിലാന്ന് പറയുകയാണെങ്കിലോ നമ്മൾ അംഗീകരിക്കൂല. ബാത്തിൽ ലാസിമാണ് എന്ന് നമ്മൾ അംഗീകരിക്കൂല. അത് ശരിയാണ്. കാരണം അതായത് പ്രഥമ ബുദ്ധി കൊണ്ട് തന്നെ ചിന്തിച്ചാൽ കിട്ടുന്ന കാര്യമാണ്. നമ്മൾ പ്രഥമമായ നമ്മുടെ അഖ്ല് കൊണ്ട് തന്നെ ചിന്തിച്ചാൽ കിട്ടുന്ന വിഷയമാണ് എന്ത്? ഈ പറഞ്ഞ കാര്യം. അതായത് ഇൽമുകളെ തസൽസുലിന്റെ തരീഖിലൂടെ കരസ്ഥമാക്കുക എന്ന് പറഞ്ഞത് ഗൈറുമുത്തനായിയായ അംറിനെ ഗൈറുമുത്തനായിയായ സമാനിലെ ഹാസിലാക്കുക എന്ന് പറഞ്ഞത് അത് ശരിയാണ്. അത് വളരെ സത്യമാണ്. അത് നമുക്ക് മറച്ചേക്കാൻ കഴിയൂല. കൂടുതൽ തെളിവൊന്നും വേണ്ടാണ്. പക്ഷെ എന്നാലും മീർ തെളിവ് വിവരിക്കുന്നുണ്ട്. എന്താ വിവരിക്കുന്നത് എന്നറിയാം. ഇത് ജവാസി ജായിസായതിന് വേണ്ടിയിട്ട് യക്കൂന നഫ്സു ഖദീമ, നഫ്സുന്നാത്തിക്ക. അത് മുമ്പ് പറഞ്ഞത് ഉക്കമായിന്റെ അടിസ്ഥാനത്തിലുള്ള നഫ്സുന്നാത്തിക്ക ഉണ്ടല്ല, ഉക്കൂൽ അശറയിൽ പെട്ടത് നഫ്സുന്നാത്തിക്ക. ആ നഫ്സുന്നാത്തിക്ക ആവര് ജായിസായ കാരണത്തിനു വേണ്ടി മൗജൂദത്തൻ, അത് എത്തിക്കപ്പെട്ടതായ കാരണത്തിനു വേണ്ടി ഈ അസ്മിനത്തിൻ ഗൈരി മുത്തനാഹിയത്തിൻ മാവിയായ ഗൈർ മുത്തനാഹിയായ സമാനില് നഫ്സുന്നാത്തിക്ക എന്താണ്? മൗജൂദ. അതായത് നഫ്സുന്നാത്തിക്ക എന്ന് പറഞ്ഞത് അത് ഗൈർ മുത്തനാഹിയായ സമാനില് മൗജൂദാണ്. കഴിഞ്ഞു പോയതല്ലേ? കാരണം ഉക്കമാവ് വാദിക്കാണല്ലോ. അള്ളാഹു തആല ആദ്യം ഇവിടെ എന്ത് ചെയ്ത്? ഉക്കൂൽ അശറനെ പഠിച്ച്, എന്നിട്ട് ആ ഉക്കൂലാശറക്കാണ് കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കപ്പെട്ടത്. എന്നിട്ട് ഉക്കൂലാശറയുടെ ലോകത്ത് വല്ല വസ്തുക്കളൊക്കെ ഉണ്ടായത്. ഇതാണല്ലോ അവരെ അംഗീകരിക്കാൻ പറ്റാത്ത വാദം. ആ വാദത്തിന്റെ ഇപ്പം പരിണമന്തിക്കല്ലേ. അപ്പൊ ഉക്കമായുടെ അഭിപ്രായം മീർ കൊണ്ടുവന്നു എന്ന് മാത്രം. അതാണ് ജവാസ നഫ്സു ഖദീമത്തൻ മൗജൂദത്തൻ ഫീ അസ്മിനത്തിൻ ഗൈരി മുതനാഹിയത്തിൻ മാവിയ. അപ്പൊ അങ്ങനെ വെക്കുമ്പം അപ്പൊ നഫ്സുനാത്തിക്കൊക്കെ അരസ്ഥമാവും. അതിന്റെ അഭിപ്രായ പ്രകാരമാണ്. നമ്മൾ അംഗീകരിക്കൂല. ഹക്കിന്റെ അധികാരം അംഗീകരിക്കുന്നതാണ് നഫ്സുനാത്തിക്ക എന്നുള്ളത്. അപ്പൊ നഫ്സുനാത്തിക്കൊക്കെ അരസ്ഥാവും. അസ്മീന ആ പറയപ്പെട്ട സമാധികളില് ഇതറാക്കാത്തുൻ ഗൈറുമുതനായിയ ഇൽമുകൾ ഉണ്ടാവാ. ഗൈറുമുതനായിയ ഇൽമുകൾ ഉണ്ടാവോന്ന്. അപ്പൊ അതടിസ്ഥാനത്തിൽ
അപ്പൊ ആ പറയപ്പെട്ടതായ നഫ്സിന്റെ ഇൽമും കരസ്ഥാവും, ആ ഇൽമും കരസ്ഥമാവും. അതാണ്. പക്ഷെ ഇല്ല അന്നൽ ഇദ്റാക്കൽ മത്ലൂബ, എങ്കിലും നമ്മൾ തേടപ്പെടുന്നതായ ഇദ്റാക്ക്, നമ്മൾ തേടപ്പെടുന്ന, നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഇദ്റാക്കുണ്ട്. ആ ഇദ്റാക്ക് അൽ മൗഖൂഫ്, മനസ്സിലായില്ലേ? അത് ബന്ധിപ്പിക്കപ്പെട്ടതാണ്. ഏതിന്റെ മേലിൽ? അലാ തിൽക്കൽ ഇദ്റാക്കില്ലത്തി ലാ തതനാഹ, മുതലായി അല്ലാത്ത, തനായി ഇല്ലാത്തതായ ഇദ്റാക്കിന്റെ മേലിൽ എന്താണ്? ബന്ധിപ്പിക്കപ്പെട്ടതാണ് എന്ന ഒരു കാര്യം മറച്ചു വെക്കാൻ കഴിയൂല. മനസ്സിലായ? നമ്മൾ തേടപ്പെടുന്ന വിഷയം അത് സത്യത്തിൽ പറഞ്ഞാൽ അറ്റമില്ലാത്ത ഇദ്റാക്കിന്റെ മേൽ എന്താണ്? ബന്ധിപ്പിക്കപ്പെട്ടതാണ് എന്ന കാര്യം മറച്ചു വെക്കാൻ കഴിയൂല. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത കൗല് എടുത്താല് കുറെ ഭൂമിനെ ഏതേലും നിർത്തിയാല് ഒരു വിഷയം നമുക്ക് പൊരുത്തം കിട്ടൂല. അപ്പം അൽഹംദുലില്ലാഹ് ഇവിടെ നമുക്ക് നിർത്താം ഇൻഷാ അല്ലാഹ്. വല്ലാഹു അഅലമു ബിസ്സവാബി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.